മുഅ്മിനീങ്ങളെ, നമ്മൾ മുത്തഖീങ്ങളായി ജീവിക്കണം. മുത്തഖീങ്ങളെ അടയാളങ്ങളൊക്കെ നമ്മിലും ഉണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ 11 അടയാളങ്ങൾ. ഞാനതൊന്ന് എണ്ണിപ്പറയട്ടെ. അതേ സ്വാലിഹീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഈ ദുനിയാവിൽ തന്നെ വിജയത്തിന്റെ അടയാളങ്ങളായി കാണാൻ പറ്റുന്നത് 11 എണ്ണമുണ്ട്. അതിലൊന്ന് ഹയ്യകൂന സാഹിദൻ ഫിദ്ദുനിയാ വറാഗിബൻ ഫിൽ ആഖിറ. ദുനിയാവിൽ ത്യാഗ മനോഭാവത്തോടെ ജീവിക്കുക, ആഖിറത്തിൽ കൂടുതൽ താല്പര്യപ്പെട്ട് ജീവിക്കുക. ദുനിയാവിൽ സാഹിദായി ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതേ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് തന്നെ. ഹറാമായ നിലക്കുള്ള സമ്പാദ്യം, ഹറാമായ നിലക്കുള്ള സമീപനം, അതെല്ലാം വെടിഞ്ഞ് ജീവിക്കുക, ആഖിറത്തിലേക്ക് കൂടുതൽ താല്പര്യപ്പെട്ട് കഴിയുക. വത്താനിയത്തു, രണ്ടാമത്തെ അടയാളം അന്തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വതിലാവത്തിൽ ഖുർആൻ. എപ്പോഴും മനസ്സിന്റെ ലക്ഷ്യം ആരാധനയും ഖുർആനോത്തും തന്നെ. സ്വാലിഹീങ്ങൾ നോക്ക്, ഒരൊഴിവ് കിട്ടുന്ന നേരം അവരുടെ ഡ്യൂട്ടി എന്താണ്? ഖുർആൻ ഓതാണ്, അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുകയാണ്, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയാണ്. എത്രയാണ് അവരൊക്കെ ഖുർആൻ ഓതിയത്? സാമൂഹ്യ സേവനം ചെയ്ത മഹാന്മാര് തന്നെ, ജനങ്ങൾക്ക് വലിയ ഉപദേശങ്ങൾ നൽകിയ മഹാന്മാര് തന്നെ, അവരെ മനസ്സിന്റെ ലക്ഷ്യം ഓരോ ദിവസവും ഖുർആൻ ഓതാതെ മുന്നോട്ട് പോകുന്നത് അവർക്ക് വല്ലാത്ത സങ്കടമാണ്. ഔലിയാക്കളിൽ ഏറ്റവും വലിയ ഔലിയാക്കളാരാ? സ്വഹാബിമാര്. അവരെ പറ്റി ഇമാം നബി റളിയല്ലാഹു അൻഹു എഴുതിയില്ലേ, മുസാഫിൽ നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കാന്നുള്ള സ്വഹാബത്തിന് വെറുപ്പാണ്. നമുക്കൊക്കെ പത്രം ഇല്ലാതിരിക്കണ സമയത്ത് എന്നും ഈ പത്രക്കാർക്ക് ഒരു ലീവാണെന്ന് പറയില്ല ആൾക്കാർ, ഒരു ചെറിയ വിഷമത്തോടു കൂടെ. ഒരു ദിവസം ഖുർആനിലേക്ക് നോക്കാത്ത ഒരു ദിവസം കഴിഞ്ഞു കിടക്കുക എന്നുള്ളത് സ്വഹാബത്തിന് വെറുപ്പാണ്. മുസാഫിൽ നോക്കാത്തത് നാളെ കേട്ടോ, മുസാഫിൽ നോക്കാത്തത്, മൊബൈൽ നോക്കാത്തതെന്നല്ല, മുസാഫിൽ നോക്കാത്തത്. കയ്യിലുള്ള മൊബൈലുള്ളത് മുസാഫല്ല, അത് പലതും അതിലുണ്ട്. മുസാഫ് എന്ന് പറഞ്ഞാൽ 2 ചട്ടക്കടയിൽ ഖുർആനായിട്ടുള്ള ആ കോപ്പിയിൽ തന്നെ നിലനിൽക്കുന്നത്, അതിനാ മുസാഫ് എന്ന് പറയുന്നത്. നിങ്ങളോട് മുസാഫ് വെച്ചാൽ മൊബൈൽ തരുമോ? തരൂല. അത് മജ്മുഅത്തുൽ കുത്തുബാണ്, അതിൽ പലതും ഉണ്ടാവും, പലതും ഉണ്ടാവും. അതില് ഫോൺ നമ്പർ ഉണ്ട്, മെസ്സേജ് ഉണ്ട്, വാരികണ്ട്, മാസികണ്ട്, പത്രമുണ്ട്, പലതും ഉണ്ട്. കൂട്ടത്തിൽ അദ്കാറും ഉണ്ട്, മൗലിദും ഉണ്ട്, മുസാഫും ഉണ്ട്, പലതും ഉള്ളതാണ്. മുസാഫ് എന്ന് പറഞ്ഞാൽ മുസാഫ് ആയിട്ടുള്ളത് തന്നെ വേറെ. അന്നത്തെ കാലത്ത് കോപ്പി എത്ര കുറവാ, എന്നിട്ടും സ്വഹാബത്ത് എല്ലാ ദിവസവും മുസാഫ് നോക്കും, ഓതും. മുസാഫ് നോക്കാത്ത ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ ദിവസം, മുസാഫ് നോക്കാത്ത ദിവസം ഉണ്ടാകാൻ പാടില്ല. നോക്കാത്തത് എന്ന് ഞാൻ പറഞ്ഞത് ഇമാം നബി റളിയല്ലാഹു അൻഹു അങ്ങനെ തന്നെ പറഞ്ഞതാണ്. അത് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ്. സഹോദരിമാരിത് കേൾക്കുമ്പോൾ വിചാരിക്കണം നമ്മൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഓതാൻ പറ്റാത്ത ദിവസം അവർക്കും ഉണ്ട്, അല്ലേ? ഉണ്ട്. തൊടാൻ പറ്റാത്തത്, നോക്കാൻ പറ്റാത്തതുണ്ടോ? നോക്കാൻ പറ്റാത്തില്ല. വേറുള്ളവര് മറിച്ച് നോക്കിയാൽ മതിയല്ലോ. അതല്ലേ ജനാപത്തുകാരായ പെണ്ണുങ്ങളോട്, നിഫാസുകാരിയായ പെണ്ണുങ്ങളോട്, ഹൈലുകാരികളോടൊക്കെ ഇമാം നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഓതാൻ പറ്റൂല, ഹറാമല്ലേ, തൊടാൻ പറ്റൂല, പറ്റുമോ? പക്ഷെ നോക്കാൻ പറ്റുമല്ലോ. മഹാനവറുകൾ പറഞ്ഞു മുസഫിലേക്ക് നോക്കണം, നോക്കൽ ഇബാദത്താണ്. നോക്കിയിട്ട് ഖൽബ് കൊണ്ട് ഓതണം, നാവ് കൊണ്ട് ചലിപ്പിക്കരുത്. ഖൽബിൽ ഇങ്ങനെ ഓതുക, മനസ്സിൽ ഓതുക. സാധാരണ അരമണിക്കൂറൊക്കെ ഖുർആൻ ഓതുന്ന ഒരു പെണ്ണാണെങ്കിൽ അരമണിക്കൂർ ഇങ്ങനെ വരിവരിയായിട്ട് അങ്ങനെ നോക്കിയിട്ട് നാവനക്കാതെ ഖൽബ് കൊണ്ട് ഓതുക. ആ ടൈമിൽ അങ്ങനെയാണ് ഖുർആനോട് ടച്ച്. എന്നാലും നോട്ടം വിടരുത്. അപ്പൊ നോക്കാന്നുള്ളതെല്ലാവർക്കും കഴിയും. നോക്കണം. ഖുർആനോത്ത് വലിയൊരു ഹിമ്മത്താണ്. നമ്മുടെ ലക്ഷ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാര് മുഴുവനും അല്ലാഹുവിന്റെ കിതാബുകളുമായി വലിയ ടച്ച് ഉള്ളവരാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്ത് കാമിലാകണമെങ്കിൽ ഖുർആനിനോടുള്ള ഹുബ്ബ് വേണം. അതില്ലാതെ നടക്കൂല. ധാരാളം ഖുർആൻ
ഓതുന്ന ആളുകൾക്ക്, വലിയ ബന്ധം സ്ഥാപിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ആ മഹബത്തിലും വലിയ ഉയർച്ചയുണ്ടാകും. മൂന്നാമത്തെ കാര്യം പഠിപ്പിച്ചു, അയ്യകൂന ഖലീലൽ ഖൗലി ഫീമാ ലാ യഹ്താജു ഇലൈഹി, ആവശ്യമില്ലാത്തതിൽ വർത്തമാനം കുറക്കുന്ന ആളാണ്. ആവശ്യമില്ലാത്തതിൽ മിണ്ടി പറയൂല, ആവശ്യത്തിന് സംസാരിക്കും. ആവശ്യം കഴിഞ്ഞാലോ സംസാരം നിർത്തും. പാകത്തിന് മതി. അതൊരു വലിയ സൂക്ഷ്മത തന്നെയാണ്. നാലാമത്തെ കാര്യം, അയ്യകൂന മുഹാഫിളൻ അല സ്വലവാത്തിൽ ഖംസി, 5 നിസ്കാരങ്ങളും പതിവായി ശ്രദ്ധയോടെ പാലിക്കുന്ന ആളാണ്. അതില്ലാതെ വിജയിക്കാൻ കഴിയൂല അല്ലേ? അതില്ലാതെ വിജയിക്കാൻ കഴിയില്ല. കാരണം വിജയികളുടെ അടയാളത്തിൽ ഖുർആൻ തന്നെ എണ്ണി പറഞ്ഞല്ലോ, വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. നിസ്കാരം പതിവായി കൊണ്ട് നടക്കുന്ന, എപ്പോഴെങ്കിലും നിസ്കരിക്കാന്നല്ല, പതിവായി നിസ്കാരം ശീലിക്കുന്ന ആളുകൾ, ഒന്നും വിടാതെ. അതൊരടയാളമായിട്ട് തന്നെ എണ്ണി. 5ാമത്തെ അടയാളം എണ്ണി പറഞ്ഞു, അയ്യകൂന വരിഅൻ ഫീമാ ഖല്ല ഔ കസുറ മിനൽ ഹറാമി വശുബ്ഹാത്തി, ഹറാമായ സംഗതികളും ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാത്ത വിഷയങ്ങളും വരുമ്പോ ചെറുതാകട്ടെ വലുതാകട്ടെ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്. പലപ്പോഴും ഹറാമായ സംഗതികൾ വരുമ്പോ പലരും സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മളും കൈനീട്ടി പോകരുത്. പലരും ചെന്ന് ചാടി കുടുങ്ങിയിരിക്കുന്ന വലിയൊരു ഹറാമാണ് റിബ, പലിശ എന്ന് പറയുന്നത്. എത്രയോ ആളുകൾ, ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകൾ വരെ കുടുങ്ങി 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 കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ ആകെ ഒരു ലോണ് വെക്കാത്ത ഒരു സംഗതിയും കൂടി ഉള്ളൂ. എന്താ അറിയോ? എന്താ? വീടൊക്കെ ലോണായി, വാഹനവും ലോണായി, പറമ്പ് ലോണായി, അവനാന്റെ ബോഡി ഞാൻ അതും കൂടെ പണയത്തിന് വെക്കാത്തുള്ളൂ. ബാക്കിയൊക്കെ ആയി. എന്താകാത്ത? ലോണിന് എന്താ കിട്ടാത്തത്? വാഹനം കിട്ടൂലേ? കിട്ടും. വീട് കിട്ടൂലേ? കിട്ടും. കച്ചവടം കിട്ടൂലേ? ബിൽഡിംഗ് കിട്ടൂലേ? വേണമെങ്കിൽ ഇനി പെണ്ണും കിട്ടാൻ മതിയാവും. ഇനി കിട്ടുമെന്നുള്ള അറിയില്ല. ബോഡിക്ക് ഇൻഷുറൻസ് ഉണ്ട്. പുസ്തകം പറഞ്ഞ അതുമായി. ഇനി യഥാകത്ത് ബോഡിക്ക് ഇൻഷുറൻസ്, അതിന്റെ രേഖ പൂർത്തിയാകുന്നതിന് മുമ്പ് ആള് കാലിയായിട്ടുണ്ടെങ്കിൽ അതും പോയി. എന്തൊരു കഥയാ! എന്തിനൊക്കെയാണ് ആളുകൾ, സഹോദരങ്ങളെ, ഒരു പാകത്തിനുള്ള വീട് ഒരാൾ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴേക്ക് അവന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരിക്കും ഏറ്റവും വലിയ ശൈത്താൻ മോൻ വന്നിട്ട് പറയും, ഏതായാലും വീട് എടുക്കല്ലേ, രണ്ടാമത് ഇനിയൊന്ന് പണിയെടുക്കണ്ടല്ലോ, ഏതായാലും നിങ്ങൾ എടുക്കല്ലേ, കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ല നീ തരൂ കാശ്. അത് ഘട്ടം ഘട്ടമായിട്ട് എടുത്താൽ പോരെ. എല്ലാവരും ഇപ്പൊ അങ്ങനെയല്ല. മറ്റേ ആൾ കണ്ടില്ല അവിടെ എടുത്തത്, ഇവിടെ എടുത്ത്. വേറെ അതൊന്നും നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. പാകത്തിന് പറ്റുന്ന രൂപത്തിൽ എടുത്താ പോരെ. പിന്നെ പലർക്കും ഒരു നിശ്ചയമാണ്, യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാകണം വീടൊക്കെ, അല്ലെങ്കിൽ കുറവാണ്. വർഷങ്ങളെടുത്ത് വീട് പൂർത്തിയാക്കി എത്ര മഹാന്മാരുണ്ടെന്ന് പറയും. വർഷങ്ങൾ എടുത്തിട്ട് 15 വർഷം 20 വർഷമൊക്കെ എടുത്തിട്ട് അത്രേ അതിലേക്ക് അവർക്ക് ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആളുകളൊക്കെ പറഞ്ഞു, അല്ല കുട്ടികളെ കല്യാണമൊക്കെ ആക്കാനായി ഇവർക്ക് താമസിക്കാൻ എന്തെങ്കിലും സ്ഥലം, അത് വേണല്ലേ, നാ ഒന്ന് റെഡിയാക്ക. അപ്പോഴാണ് അവർക്ക് അതിലേക്കുള്ള ചിന്ത. അതുവരെ ദീനീ വിഷയങ്ങളിലും അള്ളാഹുവിന്റെ വജുഹിന് വേണ്ടിയും ഓടി നടക്കലും ചെലവാക്കലും അതന്നെയായിരുന്നു പണി. വീട് നീട്ടിയെടുക്കാൻ പറഞ്ഞപ്പോ ഇവനാകെ ഉദ്ദേശിച്ചിരുന്നത് ഒരു 800 അല്ലെങ്കിൽ ഒരു 900 750 ഒരു ചെറിയ സ്ക്വയർ ഫീറ്റിൽ ചെറിയ പാകത്തിൽ അങ്ങനെ ഒപ്പിച്ചു പോകാൻ. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരനായ ശൈത്താൻ വന്നിട്ട് പറഞ്ഞു, ഏതായാലും എടുക്കല്ലേ, ഒരേ തറല്ലേ, ചെറിയൊരു പൈസയല്ലേ വരുള്ളൂ, ഒന്ന് നീട്ടിക്ക്, ഒരു 1500 അവൻ നീട്ടി. എത്ര വർഷ സഹോദരങ്ങളെ, 15, 25, 35 വർഷങ്ങൾ പലിശ അടിച്ചിട്ട് തീർക്കാൻ കഴിയാതിരുന്നപ്പോ അവസാനം അവൻ അങ്ങ് പണിയായി. എഫ്റ്റി നോട്ടീസ് വന്നു, വീടും ലേലത്തിന് വെച്ചു, കുടുംബം പെരുവഴിയിലായി. നേരത്തെയുള്ള 800-ന് 500-ന് 750-ന് ഒരു കുഴപ്പമില്ലായിരുന്നു. അവന്റെ ഒറ്റ കൂട്ടുകാരന്റെ നിർദ്ദേശം കേട്ട് അവൻ പേച്ചുപോയി. സൂക്ഷ്മത പാലിക്കണം. ഹറാമോ ഹലാലോ തിരിച്ചറിയാത്ത വിഷയങ്ങൾ അത് ഏറ്റെടുക്കാൻ നിൽക്കണ്ട. അത് വേണ്ട, ദഹിച്ചു കിട്ടൂല, കുറച്ച് പ്രയാസം അല്ലേ? ആളുകളൊക്കെ അവകാശപ്പെട്ടവരാണോ അല്ലെന്നും വേണ്ട, കിട്ടുന്നിടത്ത് ആളുകൾക്ക് ഭയങ്കര താല്പര്യം. അത് ഭയങ്കര, അത് വേറൊരു അടയാളാണ്, പരാജയത്തിന്റെ അടയാളത്തിൽ എണ്ണുന്നുണ്ട്. അങ്ങനെ
കിട്ടുന്നതിൽ അവകാശികളാണോ അല്ലയോ നോക്കണ്ട, കിട്ടോ അതിന് വല്ല വകുപ്പുണ്ടോ? റെഡി. കിട്ടാൻ വല്ല ചാൻസ് ഉണ്ടോ? ആ ചാൻസ് ഉണ്ട്. ചെറിയൊരു തിരിമറി നടത്തണം. അവിടെ പ്രശ്നം. ചെറിയൊരു തിരിമറി നടത്തണം. എന്ത്? നിങ്ങൾക്ക് വരുമാനം എത്ര കാണിച്ചാ കിട്ടൂല. അപ്പോഴോ അല്ലാഹു തആല തന്ന വരുമാനം ഇനി പറ്റ കുറച്ച് എഴുതി കൊടുക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അങ്ങനെ തോന്നുക? നമ്മൾ ആലോചിച്ച് നിങ്ങൾ. അല്ലാഹു തആല ഒരു മനുഷ്യന് ഒരു വാർഷിക വരുമാനമായിട്ട്, ഞാനൊരു ഉദാഹരണം പറയട്ടെ, വാർഷിക വരുമാനമായിട്ട് ഒരു മനുഷ്യന് അല്ലാഹു തആല 1,00,000 രൂപ കൊടുക്കുന്നു കൂട്ടിക്കോളൂ. അയാളങ്ങനെ ഓരോ ദിവസത്തെ കണക്കൊക്കെ അങ്ങനെ കൂട്ടിയിട്ട് ചിലവ് കൂട്ടിയിട്ട് അങ്ങനെ കിട്ടുന്നു. ഒരു മാസം അയാൾക്ക് ഒരു 20,000 25,000 ശമ്പളമൊക്കെ വെച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് 1,00,000 1,50,000 2,00,000 കിട്ടുന്നു. ഒരു മാസത്തെ ഒരു നിത്യ വരുമാനം എന്നുള്ള കൂട്ടി നോക്കുമ്പോൾ ഒരു 10,000-20,000 കിട്ടുന്നു. സാധാരണ രൂപത്തിൽ കൂട്ടിക്കോളും. എത്ര ഇയാൾ എഴുതി വെക്കണേ? എത്രയാള് വാർഷിക വരുമാനം എഴുതി വെക്കുന്നത്? വാർഷിക വരുമാനം 30,000. അതിന്റെ മേലോട്ട് കണക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടൂല. ഈ കാർഡും കിട്ടൂല, ഈ ഇൻഷുറൻസ് കിട്ടൂല, മറ്റേത് കിട്ടൂല. അപ്പൊ അതിനനുസരിച്ച് നുണ എഴുതണം. അല്ലാഹു തആല കൊടുത്ത നിയമത്തിനെ പറ്റ നിഷേധിച്ചുകൊണ്ട് അതൊരു ഭാഗത്ത് നല്ല തിന്നുന്നുണ്ട്, മറ്റൊരു ഭാഗത്ത് നിഷേധിച്ചിട്ട് വേറൊരു ഭാഗത്തൂടെ വാങ്ങാം. എന്തൊരു കഠിനാധ്വാനം ആളുകൾ നടത്തുന്നതല്ലേ. വരുമാനം കുറച്ചാൽ മതി, അത് പ്രശ്നമല്ല. അല്ലെങ്കിൽ വേറെ രൂപത്തിലേക്ക് മാറ്റിയാൽ മതി, കുഴപ്പമില്ല. എന്നാ സംഗതി ശരിയാവും. അങ്ങനെയല്ലേ ആളുകൾ പറയും. അതിനനുസരിച്ചാണ് ആളുകൾ വന്ന് ചോദിക്കുന്നതും. എന്റെ വീട്ടിലൊരു ഉദ്യോഗസ്ഥൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾക്കിപ്പോ ഈ കാർഡ് കൊണ്ട് നിങ്ങൾക്കാകെ കുറഞ്ഞ അരിയെ കിട്ടുള്ളൂ, റേഷൻ കടയിൽ കുറച്ചേ കിട്ടുള്ളൂ. അങ്ങനെ കാർഡ് മുന്തിയ കാർഡ്. മുന്തിയ കാർഡിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തന്നില്ലെങ്കിൽ അങ്ങനെ ജീവിക്കണം. കിട്ടുന്നിടത്ത് മുഴുവൻ നമ്മള് ഫക്കീറന്മാര്, കിട്ടുന്നിടത്തൊക്കെ നമ്മള് ഫക്കീർ മിസ്കീന്, കൊടുക്കുന്നിടത്ത് നമ്മൾ പ്രാരാബ്ധക്കാരും. ഇങ്ങനെ ആയാൽ ശരിയാകുമോ? അപ്പൊ എന്നോട് പറഞ്ഞു, ഇതല്ല വേറെ രൂപത്തിലേക്കാക്കി മാറ്റാം. ഈ കൂടുതൽ കിട്ടുന്ന കാർഡിന്റെ നിറയതാ വെള്ളേ ചോപ്പോ ഏതാണ്? ഇവിടെ കാർഡൊന്നുമില്ലേ? ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കലാ. ചുവപ്പ് മഞ്ഞ. ചുവപ്പ് മഞ്ഞ അതൊന്നാക്കി മാറ്റാം. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, വെറുതെ അറിയാൻ വേണ്ടിട്ട്, അതിനെന്താ മാർഗം? അതിന് ഇപ്പൊ 1-2 വിഷയങ്ങൾ നമ്മൾ തിരുത്തേണ്ടി വരും. എന്താ തിരുത്തേണ്ടത്? ഉസ്താദിന്റെ പേരിലുള്ള വണ്ടിയില്ലേ, ആ വണ്ടി അത് ഉസ്താദിന്റെ പേരിൽ നിന്ന് മാറ്റിയിട്ട് പതുക്കെ പെണ്ണുങ്ങളെ പേര് കാക്കണം. പിന്നെ നിങ്ങൾ തൽക്കാലം ഈ നിയമപരമായിട്ടുള്ള കാർഡ് തന്നാ മതി. മറ്റേത് ദഹിക്കൂല, ഉള്ളിൽ അങ്ങനെ ജീർണിക്കാതെ കിടക്കും. അത് വേണ്ട. അത് 20 കിലോനും വേണ്ട, 30 കിലോനും വേണ്ട, 40 കിലോനും വേണ്ട. അർഹതപ്പെട്ടത് മതി. അതാണ് സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടത്. മുമ്പ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു 3-4 ഫക്കീറന്മാര് പറ്റ ദരിദ്രരാണ്. അവർക്ക് മുന്തിയ കാർഡാണുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാനുള്ള അവകാശം ഉണ്ട് അവർക്ക്. ആ അവകാശവും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് അവർ ചെന്ന് നോക്കുമ്പോ ആ നാട്ടിലെ വലിയ ലക്ഷപ്രഭുക്കൾ വന്നിട്ടുണ്ട്. എന്തിന്? അവരുടെ കാർഡ് നേരെ കൂടുതൽ കിട്ടുന്ന കാർഡാക്കി മാറ്റാൻ വേണ്ടി. അപ്പൊ ഈ ഫക്കീർമാർ തീരുമാനിച്ചു, എന്നാ നമ്മളേത് കൂടി അവരെടുത്തോട്ടെ, നമ്മൾ പോകുക. അവർക്കങ്ങ് തേഞ്ഞോട്ടെ. അവരെ പറമ്പിൽ അടക്കയും തേങ്ങയും വലിച്ചാൽ തന്നെ അവരെ കുടുംബം മൊത്തം ജീവിച്ചാലും ബാക്കിയാണ്. ബാക്കിയുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ പിന്നെ വേറെ. അങ്ങനെ ആകാൻ പാടില്ല. അലച്ചയാണ് സത്യത്തിൽ. ഹറാമും ഹലാലും കലർന്ന വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കരുത്. സഹോദരിമാരോടും ഞാനത് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളുടെ കൂട്ടായ്മ എന്ന അർത്ഥത്തിലും പലപ്പോഴും കാശ് സ്വരൂപിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയുണ്ടാക്കിയിട്ട് അതിലും പലിശ വളർത്തുന്ന സ്വഭാവങ്ങൾ പലയിടങ്ങളിലും ഉണ്ട്. ഉമ്മമാര്, സഹോദരിമാര് നല്ല ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേണ്ട. 6ാമത്തെ അടയാളം മൻ തകൂന സുഹബതുഹു മഅസ്സാലിഹീൻ, സഹവാസം സജ്ജനങ്ങളോട് കൂടെയാണ്. നല്ല മനുഷ്യൻ
മനുഷ്യന്മാരോട് കൂടെ ഇരിക്കുന്നതും നല്ലവർ പങ്കെടുക്കുന്നിടത്ത് പങ്കെടുക്കുന്നതും നല്ല ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്ത് ഒരുമിച്ച് കൂടുന്നതും നല്ല സ്വഭാവമാണ്, വിജയത്തിന്റെ അടയാളമാണ്. പലപ്പോഴും മൂപ്പരുണ്ടാകാറുള്ളത് സ്വാലിഹീങ്ങളെ കൂടെയല്ലേ? സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയില്, അവരുടെ ദിക്റിന്റെ മജ്‌ലിസില്, അവരുടെ വഅലിന്റെ മജ്‌ലിസില്, അവരുടെ ജമാഅത്തിന്റെ മജ്‌ലിസില്, അവരുടെ സംഗമങ്ങളിൽ സ്വാലിഹീങ്ങളോടൊപ്പമുള്ള സഹവാസം വിജയത്തിന്റെ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. എത്രയോ മോശപ്പെട്ട ആളുകൾ സ്വാലിഹീങ്ങളോടൊപ്പം കൂടിയിട്ട് അവരോടൊപ്പം കൂടിയിട്ട് നന്നായി പോയി, നല്ല ആളുകളായി മാറിപ്പോയി. എത്ര കള്ളന്മാര്, എത്ര കൊള്ളക്കാര്, എത്ര മദ്യപാനികൾ സ്വാലിഹീങ്ങളോടൊപ്പം വന്ന് താമസിച്ചു, അവരുടെ കൂടെ നടന്നു, അവരുടെ ഉപദേശങ്ങൾ കേട്ടു, ജീവിതം രാവും പകലും മുഴുവനും മാറിപ്പോയി. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മോനെ ഇന്നക തൻഖുലൽ അഹ്ജാറ മഅൽ അബ്റാരി, മഹത്തുക്കളോടൊപ്പം നീ കല്ല് ചുമക്കുന്നത് നിന്റെ പണി എന്താണ്? കല്ല് ചുമക്കുന്ന പണിയാണ്. പക്ഷേ നിന്റെ കൂടെയുള്ളവരാരാണ്? നിസ്കാരവും നോമ്പും മറ്റു കർമ്മങ്ങളൊക്കെ ശീലിക്കുന്ന നല്ല ആളുകളാണ്. നല്ലവരോടൊപ്പം നീ കല്ല് ചുമന്നു കൊണ്ടുപോകുന്നത് ഖൈറും മിൻ അൻ തഅകുലൽ ഖബീസ മഅൽ ഫുജ്ജാർ. വൃത്തികെട്ട ആളുകളോടൊപ്പം പോയിട്ട് നല്ല മധുരപലഹാരം കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്വാലിഹീങ്ങളോടൊപ്പം കല്ലേറ്റിക്കൊണ്ട് നടക്കലാണ്. കാരണം സ്വാലിഹീങ്ങളോടൊപ്പം നീ കല്ല് ചുമക്കുമ്പോ ഒപ്പം നീ സ്വാലിഹീങ്ങളോട് കൂടെയല്ലേ. ആ നിലക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നൊരു പരിഗണന നിനക്കുണ്ട്. അവരുടെ ചോദ്യത്തിൽ നീയുണ്ട്, അവരുടെ കിട്ടുന്ന ഉത്തരത്തിലും നിന്നെ അള്ളാഹു പരിഗണിക്കും. നല്ലവരോടൊപ്പം നീ കൂടുമ്പോ നിന്നെയും നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു പരിഗണിച്ചു പോയി. അതേ സമയത്ത് നീ മുന്തിയ ലെവലിലാണ് നിന്റെ ജീവിതം, ഹൈ ലെവല് ഭക്ഷണമാണ്. പക്ഷേ നിന്റെ സഹവാസികളോ അവര് വൃത്തികെട്ടവരാണ്, മോശപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ ലഅനത്ത് വരാനും ശിക്ഷ വരാനും ഏറെ കാരണമാണ്. സ്വാലിഹീങ്ങളോടൊപ്പം സഹവസിക്കണം. ഏഴാമത്തെ അടയാളം മയ്യകൂന മുതവാളിയൻ ഗൈറ മുതകബ്ബിരിൻ, വിനയത്തോടെ ജീവിക്കുന്നവനാകണം, അഹങ്കാരമില്ലാതെ വിനയത്തോടെ ജീവിക്കുന്നവനാകണം. അതേ ബഹുമാനിക്കേണ്ടവരെ മുഴുവനും ബഹുമാനിക്കാനുള്ള ഖൽബ്, അതാണ് ഏറ്റവും വലിയ വിനയം. ബഹുമാനിക്കപ്പെടേണ്ട ആളുകൾക്ക് സേവനം ചെയ്യാനുള്ള മനസ്ഥിതി, അത് ഏറ്റവും വലിയ വിനയമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സ്വഹാബിമാരിലും നോക്കിക്കണ്ട സ്വഭാവമാണ് വിനയത്തോടെയുള്ളവരെ ഖിദ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അതുപോലെ തന്നെ അവിടുത്തെ അനുചരന്മാരായ സ്വഹാബിമാർക്കും ഖിദ്മത്ത് എടുക്കുന്ന എത്രയോ പാവപ്പെട്ട സ്വഹാബിമാരുണ്ട്. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനമാനങ്ങൾ നൽകാനുള്ള കാരണം വിനയാന്വിതരായിട്ടുള്ള ജീവിതം കൊണ്ടാണ്. പാവപ്പെട്ട ഒരു അടിമയായിരുന്നു ലുഖ്മാനുൽ ഹക്കീം. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ വലിയ ഉയരത്തിലേക്ക് അല്ലാഹു ഉയർത്തിയത് മഹാനവറുകളുടെ വിനയം അതിന്റെ ഒരു കാരണമാണ്. ഞാൻ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ടൊരു അടിമയാണ്, അവന്റെ ആജ്ഞ അംഗീകരിച്ച് ജീവിക്കേണ്ടവനാണ്. എന്റെ ജീവിതത്തിന് പരിധിയും പരിമിതിയുമുണ്ട്. എന്റെ ജീവിതത്തിന് എല്ലാ മേഖലകളിലും അല്ലാഹു പരിധി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അഹങ്കരിച്ച് നിയമങ്ങളൊന്നും പരിഗണിക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അതേ തവാളുവോടെ ജീവിക്കുന്ന മനുഷ്യൻ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്ര ചെറുതാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനാണ്, വലിയ ബഹുമാനമുള്ളവനാണ്. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന ഭരണകർത്താവായി നിൽക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു ചുമടേറ്റി കൊണ്ടുവരുമ്പോ അദ്ദേഹത്തിന് അറിയില്ല സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണെന്ന് അറിയില്ല. നല്ല ആരോഗ്യമുള്ള ഒരാൾ എന്നുള്ളവർക്ക് കണ്ടപ്പോ പറഞ്ഞു,
ഈ ചുമടൊന്ന് ഏറ്റിട്ട് വീട്ടിലെത്തിച്ചേരുമെന്ന് പറഞ്ഞു. പിന്നെന്താ കുഴപ്പം, അതിങ്ങോട്ട് വെച്ചോളൂ, തോളിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞു. തോളിലേക്ക് വെച്ചിട്ട് മഹാനവറുകൾ ഏറ്റി അങ്ങനെ കൊണ്ടുപോകുമ്പോ പരിചയമുള്ള ആളുകൾ എടുത്തെത്തിയപ്പോ ആളുകൾ പറഞ്ഞു, നമ്മളെ അമീർ, നമ്മളെ ഭരണാധികാരി അതാ തോളിൽ എന്തോ ചുമട് കയറ്റി വരുന്നത്, തൊര്യക്കൂലിൽ അമീർ, എല്ലാരും വഴിമാറിക്കൊടുക്കുക. അപ്പൊ കൂടുള്ള ആള് പേടിച്ചു പോയി, പടച്ചോനെ, ഈ നാടിന്റെ ഭരണാധികാരിയുടെ തോളിലാ ഞാൻ എന്റെ ചുമടിച്ചത്, ഈ നാടിന്റെ ഭരണാധികാരിയുടെ തോളിലാണോ ഞാൻ എന്റെ ഭാരം ഏറ്റി വെച്ചത്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, നിങ്ങളത് എന്റെ തോളിലേക്ക് തന്നെ വെക്കൂ. സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരാൻ നിശ്ചയിച്ചു പോയി, ഇനി നിങ്ങളൊന്നും പറയണ്ട. ഞാൻ അമീറാണ് എന്ന് അറിഞ്ഞിട്ടും അറിയാതെ ഒന്നുമല്ലല്ലോ നിങ്ങൾ എന്റെ തോളിലേക്ക് വെച്ചെന്നത്. ഞാൻ അമീറാണ് എന്ന് അറിഞ്ഞിട്ടും നിങ്ങളിൽ നിന്ന് ഞാൻ ഈ ചുമട് വാങ്ങിയില്ലേ. എന്തിന്? നിങ്ങളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, പ്രായം കൂടുതലുള്ള ആളാണെന്ന് ഏറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളവർക്കല്ലേ സഹായിച്ചത്. അത് ഞാൻ അമീറാകാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. എത്ര വലിയ മഹാനാണ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു. ആ സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പഴയ കാലത്തൊരു സാധുവായി ജീവിച്ച മനുഷ്യനാണ്. പക്ഷേ തവാളു കൊണ്ട് അല്ലാഹു തആല വലിയ സ്ഥാനത്തേക്ക് ഉയർത്തിപ്പോയി. കിബിർ കൊണ്ട് അല്ലാഹു തആല നല്ല മാന്യതയോടെ ജീവിച്ച ആളായിട്ടും തരം താഴ്ത്തിപ്പോയി അബൂലഹബിനെ. കാരണം അബൂലഹബിന് കിബിറായിരുന്നു. ആ കിബിർ കൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ മറ്റു നേതാക്കളൊന്നും പ്രതികരിക്കാത്ത ഘട്ടത്തിലും അബൂലഹബ് പ്രതികരിച്ചത്. തബ്ബല്ലക ലിഹാദാ ദഅഉതനാ. ആ കിബിറിന്റെ സംസാരം കൊണ്ട് അബൂലഹബിന് തകർച്ചയായിരുന്നു. ജീവിക്കാനൊക്കെ ഇഷ്ടം പോലെ ആസ്തിയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സുഖജീവിതം കിട്ടിയിട്ടില്ല, കിബിർ കൂടിയതുകൊണ്ട്. കിബിറിന് അങ്ങനെയാണ്, അയാൾ താഴോട്ട് അങ്ങനെ. മൻ തവാളഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വളഅഹുല്ലാഹ്. കിബിർ വേണ്ട. പാവപ്പെട്ട മനുഷ്യന്മാർ എന്തെങ്കിലും ചോദിച്ചു വരുമ്പോ അവരെ മനസ്സിന് മുറിവേൽപ്പിക്കരുത്. നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരാണോ അവരെ സഹായിക്കണം. ഇനി ഒന്നിനും കഴിയൂലേ, വാക്കുകൊണ്ടെങ്കിലും സഹായിക്കണം അവരെ. സമ്പത്ത് കൊണ്ട് അവരെ സഹായിക്കാൻ കഴിയൂലേ, വാക്കുകൊണ്ടെങ്കിലും സഹായിക്കണം. അതൊരു ആശ്വാസം. വേദനിച്ച് വരുന്ന മനുഷ്യന് ഒരു ആശ്വാസമാണ് നല്ല വാക്ക് എന്ന് പറഞ്ഞ്. ഒന്നും തരാല്ലെങ്കിലും അയാൾ നല്ല മനുഷ്യനാട്ടോ, നല്ല മനുഷ്യനാണ്. അയാൾ കുടുങ്ങിയിട്ടാണ്, എന്നാലും നമ്മളെ സന്തോഷിപ്പിച്ച് നല്ല വർത്തമാനം പറഞ്ഞ് വിട്ടല്ലോ, അള്ളാഹ് അയാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആ ഒറ്റ ദുആണ്ട് അയാൾക്ക് കിട്ടേണ്ടൊക്കെ കിട്ടും. അതേ സമയത്ത് കിബറനാണ് നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ വന്നത്? ഞങ്ങളെ നാട്ടിലെ കുറച്ച് പാവപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ചെറിയൊരു ധനസഹായത്തിന് വേണ്ടി വന്നതാണ്. ആരാ നിങ്ങളോടൊക്കെ ഈ കാര്യം നോക്കാൻ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. അല്ലാഹ്, മൂപ്പരായി ഇരുന്ന ലെവലില് നല്ല കിബറിന്റെ വർത്തമാനമാണ്. അല്ലാഹു തആല അയാൾക്ക് ആ കൊടുത്തത് മുഴുവനും ഒറ്റയടിക്ക് വലിക്കാൻ ഈ ഒറ്റ കിബർ തന്നെ മതി. വേറെ ഒന്നും വേണ്ട. കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ധാരാളം കൊടുത്തിരുന്നത് അങ്ങനെയല്ലേ? കൊടുക്കണ്ട, നമുക്ക് മാത്രം മതിയെന്ന് തീരുമാനിച്ചപ്പോൾ ഉള്ളതും കൂടി അല്ലാഹു തആല കത്തിച്ചു കളഞ്ഞില്ലേ സഹോദരങ്ങളെ? ഖുർആനല്ലേ നമ്മെ പഠിപ്പിക്കുന്നത് ആ വലിയ ചരിത്രം. ഞാൻ സുദീർഘമായി പറയുന്നില്ല. നല്ല രൂപത്തിൽ വിനയത്തോടുകൂടെ ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആളുകളെ കണ്ടറിഞ്ഞ് സഹായിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ജീവിക്കുക. എട്ടാമത്തത് അയ്യകൂന സഖിയൻ കരീമാ. ഉദാര മനസ്കനാകണം. മാന്യതയോടെ മറ്റുള്ളവർക്ക് ഔദാര്യം ചെയ്യുന്ന ആളാകണം. സ്വന്തക്കാർക്കും കുടുംബക്കാർക്കും അയൽക്കാർക്കും ശിഷ്യന്മാർക്കും കൂട്ടുകാർക്കും ഔദാര്യ മനസ്സോടുകൂടെ ജീവിക്കുന്ന ആളാകണം. ഒരാള് മുന്നിൽ വന്നു, പല ആവശ്യങ്ങളും ഉണ്ട്, ചോദിക്കണ്ട, കണ്ടറിഞ്ഞ് നീ അയാൾക്ക് സഹായം ചെയ്യണം. ചെറിയ ഒരു ഖിദ്മത്ത് ചെയ്യുമ്പോഴേക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൊടുത്ത ഔദാര്യം എത്ര വലുതാണ്. ഷാഫി ഇമാം തങ്ങൾ വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ മുടി വെട്ടുന്ന ഒരാൾ വന്നിട്ട്, നമ്മളെ നാട്ടിലൊക്കെ മുടി വെട്ടുന്ന ആൾക്കാർ നമ്മളെങ്ങനെ പരിഗണിക്കും? മുടി വെട്ടുന്ന തൊഴിലുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, മുടിയൊന്ന് വെട്ടിത്തരട്ടെ എന്ന് ചോദിച്ചു. മുടിയൊന്ന് വെട്ടിത്തരട്ടെ, മീശയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് നന്നാക്കി തരട്ടെ എന്ന് ചോദിച്ചു. ഈ ചോദ്യം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടമായി. നമ്മളാണെങ്കിൽ എന്താ നമ്മൾ കണക്കൂട്ടി? ഇനിയിപ്പോ അയാൾക്ക് അതിന്റെ വക എന്തെങ്കിലും കിട്ടേണ്ടി വരും. വേണമെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരൂലേ? ഓ, നമ്മളെ സ്വഭാവം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഒരു പാറപ്പുറത്ത് ഇരുന്ന് കൊടുത്തു. അദ്ദേഹം മുടിയൊക്കെ വൃത്തിയായി വെട്ടി റെഡിയാക്കി, മീശൊക്കെ വെട്ടി ഒപ്പിച്ചു കൊടുത്ത് റെഡിയാക്കി കൊടുത്തപ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൂടുള്ള ശിഷ്യനോട് ചോദിക്കാണ്, കയ്യിൽ എത്ര കാശുള്ളത്? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, 12 ദീനാറുണ്ട്. 12 കൊടുക്കുകയും
12 കൂലിയില്ല. കൂലി ആകെ 1-2 ദിനാറേ ഉണ്ടാകുള്ളൂ. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഖിദ്മ ചെയ്തപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വലിയ ഇഷ്ടമായി, വലിയ സന്തോഷായി. ഔദാര്യ മനസ്സങ്ങനെയാ. അയാൾ നമ്മളെ ഒരു സുന്നത്തിൽ സഹായിച്ചില്ലേ, അതുകൊണ്ട് അയാൾക്കൊരു സഹായം കൊടുക്കുക, അതല്ലേ വേണ്ടത്. അയാളെ ഒന്ന് സഹായിക്കുക. അങ്ങനെ സഖിയായി ജീവിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പിശുക്കുണ്ടാകരുത്. ആവശ്യമുള്ള ആൾക്കാരെ കണ്ടറിഞ്ഞ് സഹായിക്കുക. ആ സഹായങ്ങൾ ഒറ്റക്ക് കിടക്കുന്ന ജീവിതത്തിലും ഒറ്റക്ക് നട്ടം തിരിയുന്ന മഹ്ശറിലും നമുക്ക് വലിയ തുണയായി വരും. 9ാമത്തെ അടയാളം അയ്യകൂന റഹീമൻ ബിമാ ഖലഖല്ലാഹു തആല. അല്ലാഹുവിന്റെ പടപ്പുകളോട് മുഴുവനും വാത്സല്യമുള്ളവനാകണം, നല്ല കരുണയുള്ളവനാകണം. അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് വലിയ സ്നേഹം കാണിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഒന്നിനോടും വെറുപ്പുണ്ടാകരുത്. അതൊരു ഉപദ്രവിക്കുന്ന ജീവിയാണെങ്കിൽ പോലും അതിനോട് വെറുപ്പുണ്ടാകരുത്. അത് പോകുന്ന വഴിക്ക് അതിന് പൊയ്ക്കോട്ടെ, ശല്യം ചെയ്യണ്ട. ഔലിയാക്കളൊക്കെ സ്നേഹം അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് അവർക്ക് വലിയ സ്നേഹമായി. ബഹുമാനപ്പെട്ട ഇമാം ദിഫായി റളിയല്ലാഹു അൻഹു, ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ റഹ്മത്ത് നോക്ക് നിങ്ങൾ, വാത്സല്യം, സ്നേഹം. മഹാനവർകളെ നിസ്കരിക്കാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കാണ്. ജമാഅത്തിന് ഇമാമവർകൾ വരട്ടെ എന്ന് കരുതിയിട്ട്. പടച്ചോനെ, നിസ്കരിക്കാൻ ജമാഅത്തിന് ആളുകൾ കാത്തു നിൽക്കുന്നു. ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒന്ന് എഴുന്നേറ്റ് നോക്കി. ഖൈലൂലത്തിന്റെ ഉറക്കം കഴിഞ്ഞൊന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ കുപ്പായത്തിന്റെ കയ്യിന്റെ ഭാഗത്തൊരു പൂച്ച കിടന്നുറങ്ങുന്നു. ഞാനിപ്പോ ഈ കയ്യും കുടഞ്ഞ് എഴുന്നേറ്റ് പോയാൽ പൂച്ചയുടെ ഉറക്ക ശല്യമായി പോകുമല്ലോ എന്ന് കരുതിയിട്ട് പൂച്ച ഉറങ്ങുന്ന ആ ഭാഗം ഒരു കത്രിക കൊണ്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് ബാക്കിയുള്ള വസ്ത്രം കൊണ്ട് ഇമാം ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പോയി. പൂച്ചക്ക് കൂടി എന്റെ ഈ എഴുന്നേറ്റ് പോകുന്ന ഒരു ശല്യമാകാൻ പാടില്ല, അതിന്റെ ഉറക്കിന് പോലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അതും അള്ളാന്റെ ഒരു സൃഷ്ടിയല്ലേ, അതും ഉറങ്ങിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. നിസ്കാരം കഴിഞ്ഞു വന്നപ്പോ പൂച്ച എണീറ്റ് പോയിട്ടുണ്ട്. ആ ഭാഗം എടുത്ത് തുന്നി പിടിപ്പിച്ചു വെച്ചു. അങ്ങനെയാണ് അവരുടെ സ്വഭാവം. എന്തൊരു റഹ്മത്താണ്, എന്തൊരു സ്നേഹമാണ് അവർക്ക്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളോട് വലിയ സ്നേഹമാണ്. ഒന്നിനെയും എതിർക്കാതിരിക്കുക. 10ാമത്തെ അടയാളം സൃഷ്ടികൾക്ക് പരോപകാരം ചെയ്യുന്നവനാകണം. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപകാരം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതിനെ വളർത്തുക, മനുഷ്യന്മാർക്കും മറ്റുമൊക്കെ സേവനം ചെയ്യുക. നിങ്ങൾ കണ്ടില്ലേ, ഈ സ്ഥാപനമൊക്കെ ആ ഒരു വിധത്തിലാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയും താജുശ്ശരിയ ഉസ്താദ് അവർകൾ അല്ലാഹു അടുത്തേക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹുവേ, നീ അവർക്ക് വലിയ ദറജയേറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ നിന്ന് മൺമറഞ്ഞു പോയ മറ്റു മഹാന്മാരായ ഉസ്താദുമാര്, സാദാത്തുക്കൾ എല്ലാവർക്കും നീ ദറജയേറ്റി കൊടുക്കണേ അല്ലാ. അവരൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാണ് ഈ വലിയ സ്ഥാപനം ഇവിടെ സംവിധാനിച്ചത്. നമ്മുടെ സ്ഥാപനങ്ങളെയും മറ്റും അല്ലാഹു ഉത്തരോത്തരം ഉയർത്തി തെരുമാറാകട്ടെ. 11ാമത്തെ അടയാളം അയ്യകൂന ദാകിറൽ ലിൽ മൗതി കസീറാ. കൂടുതലായി മരണത്തെ ഓർക്കുന്ന ആളാകണം, കൂടുതലായി മരണത്തെ ഓർക്കുന്ന ആളാകണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ ഏത് സംഗതിയിലും സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തിയതും തങ്ങൾ ഓർമ്മിച്ചെടുത്തതും മരിക്കാനുണ്ട് എന്ന നിലക്കുള്ള ഒരു ചിന്തയിലുള്ള വാക്കുകളല്ലേ തങ്ങൾ ബോധ്യപ്പെടുത്തിയത്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എപ്പോൾ പനി ബാധിച്ചാലും മരണത്തെ ഓർക്കുന്ന സ്വഭാവമുണ്ടല്ലോ. ഏറ്റവും വലിയ വലിയല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പനി ബാധിച്ച് എപ്പോൾ കിടന്നാലും ആ പനി മാറിയിട്ട് പിന്നൊരു പനി വന്നാലും എപ്പോ പനി ബാധിച്ചാലും മഹാനവറുകൾ പറയും കുല്ലും ദിമ്മു സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. ഓരോരുത്തരും കുടുംബത്തോടൊപ്പം അങ്ങനെ കഴിയുമ്പോ മരണം സ്വന്തം ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത ബന്ധം പുലർത്തി അടുത്തേക്ക് വരുന്നു. എപ്പോഴും മരണം എത്താം.
പനി ബാധിക്കുന്ന നേരത്ത് മരണത്തെക്കുറിച്ച് ഓർക്കും പോലെ മറ്റു പല ഘട്ടങ്ങളിലും മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഫിറാഖിന് ശേഷം, തങ്ങളെ വഫാത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തെ ഓർക്കാത്ത സമയങ്ങളില്ലല്ലോ. കഫാബിൽ മൗതി വാഇലൻ യാ ഉമർ, ഉമറേ ഉപദേശകനായിട്ട് മരണം മതി. ഏറ്റവും വലിയ ഉപദേശകൻ മരണമാണ്. മരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ ആഗ്രഹങ്ങൾ നിലച്ചില്ലേ? എല്ലാ സംഗതികളും ഇനി ഒരു അമലും ഇവിടെ ചെയ്യാനൊക്കില്ലല്ലോ. എല്ലാ താല്പര്യങ്ങളും എന്നേക്കുമായി അവസാനിച്ചു പോയി. മറ്റൊരു ലോകത്തേക്ക് നമ്മൾ നടന്നിറങ്ങിപ്പോയി. ആ മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ നന്മയുടെ അടയാളമാണ്.